തീർച്ചയായും പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ UDF കൊല്ലത്തെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഈ അന്ത്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത സംഘമൊക്കെ നടന്ന സ്വീകരണ സ്ഥലത്ത് DYFIക്കാർ അതിക്രമിച്ചു കയറി ഞങ്ങൾ ചെറുപ്പക്കാരെ ആക്രമിച്ചു, എനിക്ക് നേരെ പാഞ്ഞെടുത്തു. എന്തിനാണ് CPM ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ സ്ഥാനാർത്ഥി എല്ലാ ദിവസവും ഇവിടെ പ്രചരണത്തിന് പോയി, ഞങ്ങളുടെ ഒരാൾ പോലും അതിനെതിരായിട്ടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർ ഇതിന് മറുപടി പറയണം. ഒരു സ്ത്രീയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്തെ കണ്ണൂരാക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മര്യാദയാണോ എന്ന് നിങ്ങളോർക്ക് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറയണം. CPM ഒരു പരാജയ ഭീതി ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലാതെ മറ്റെന്ത് കാരണം കൊണ്ടാണ് ഞങ്ങളുടെ സ്വീകരണത്തെ എതിർക്കേണ്ടതും ആക്രമിക്കാൻ വരേണ്ടതും? സത്യത്തിൽ ഞങ്ങളുടെ അതേ റൂട്ടിലൂടെ DYFIക്കാര് കൊടിയുമായിട്ട് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കുട്ടികളെ അടിച്ചത്, എത്ര ആക്രമണോത്സുകരായി അവർ കടന്നു വന്നത്. ഇത് അങ്ങേയറ്റ അപലപനീയം. അപ്പോൾ എന്തായാലും ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണല്ലേ? തീർച്ചയായും എനിക്ക് ഈ അക്രമത്തിന്റെ ആത്മവിശ്വാസമല്ല, പണബലത്തിന്റെ വിശ്വാസമല്ല, മറിച്ച് കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവർ പകർന്നു നൽകുന്ന സ്നേഹവും കരുതലുമാണ് എന്റെ ആത്മവിശ്വാസത്തിന് മുതൽക്കൂട്ട്. ഒപ്പം കേരളമെമ്പാടും അലയടിക്കുന്ന UDF അനുകൂലമായ ഒരു തരംഗം, ഈ സംസ്ഥാനത്തെ ദുർഭരണത്തിനെതിരെയുള്ള പ്രതിഷേധം മറ്റു 139 നിയോജകമണ്ഡലങ്ങൾ പോലെ കൊല്ലത്തും പ്രകടമാണ്. ശരി, അപ്പൊ അതാണ് ബിന്ദു കൃഷ്ണ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ മുകേഷിന്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞൊരു മാർജിനിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത്.